അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നത്തെ 3-ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാ ദാലിക്ക. വെരി സിമ്പിളായിരുന്നു പരീക്ഷ അല്ലേ, എല്ലാവർക്കും എളുപ്പമായിരുന്നു ഞാൻ മനസ്സിലാക്കണം. മാ ദാലിക്ക, അപ്പോൾ എന്താ ഉത്തരം പറയണ്ടേ? ഇവിടെ വളരെ സിമ്പിളാണ്. ഇവിടെ ദാലിക്ക ഉണ്ട്, അപ്പോൾ ഉത്തരത്തിൽ ദാലിക്കുള്ളത് കോപ്പി അടിച്ച് ചെയ്യാൻ മതി, ഇങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പോൾ ദാലിക്ക ദീക്കുൻ. ഇവിടെ മൻ ഹാദ ഉണ്ട്, അപ്പോൾ ഹാദ ഉള്ളത് എവിടെ നോക്കുക, ദ ഹാദ അബി. അടുത്ത് മാ തിൽക്ക, അപ്പോൾ തിൽക്ക ദജാജത്തുൻ, തിൽക്ക ഉള്ളത്. മൻ ഹാദിഹി, ഇവിടെ ഹാദിഹി ഉണ്ട്, അപ്പോൾ ഇവിടെ ഹാദിഹി ഉള്ള ഏതാ, ഹാദിഹി ഉമ്മി. വളരെ സിമ്പിൾ ചോദ്യം അല്ലേ, ഇതും അതുപോലെ സിമ്പിളാണ്. അൽ വലതു ഇലൽ മദ്രസത്തി, ഇവിടെ ട്രിക്ക് ഞാൻ പറഞ്ഞിരുന്നു. ആൺകുട്ടിയാണെങ്കിൽ താ ഇല്ലാത്തത്, പെൺകുട്ടിയാണെങ്കിൽ താ ഉള്ളത്, അപ്പോൾ യദ്ഹബു ആണ് ഇവിടെ വേണ്ടത്, ഇതാണ് ശരി. അടുത്ത അൽ ബിന്ദു മിനൽ ഹൗദ്, ബിന്ദു പറഞ്ഞ പെൺകുട്ടിയാണ്, അപ്പോൾ ഇതിൽ താ ഉള്ള ഏതാ, യത്തവല്ലു തത്തവല്ലു, ഇതാണ് താ ഉള്ളത്, അപ്പോൾ ഇതെടുക്കണം. അടുത്ത് ബാസിം പറഞ്ഞ ആൺകുട്ടിയാണ്, എർജു തെർജു, ആൺകുട്ടിയാകുമ്പോൾ യാ ഉള്ളത്, താ ഉള്ളതല്ല, താ ഉള്ളത് പെണ്ണിന്. അൽ ഉമ്മയാണ് ഇവിടെ ഏതാ താ ഉള്ളത്, തദ്ഖുലു. കണ്ടോ, എത്ര സിമ്പിൾ ചോദ്യം. അടുത്ത് ഇതും ഞാൻ പറഞ്ഞിരുന്നു, തുടക്കത്തിൽ യാ വന്നാൽ അന്തയാണ് വരിക. ആണാ പെണ്ണാ നോക്കിയിട്ട്, ആണാണെങ്കിൽ അന്ത, പെണ്ണാണെങ്കിൽ അന്തി, എല്ലാം നമ്മൾ ട്രിക്ക് പറഞ്ഞനുസരിച്ച്. വളരെ സിമ്പിൾ ചോദ്യം. യാ സാലിം, അപ്പോൾ ഇവിടെ യാ ഉണ്ട്, അപ്പോൾ എന്തായാലും അന്തിൻ്റെ കുടുംബക്കാരെ പറ്റുള്ളൂ. പിന്നെ ആണാണ്, അപ്പോൾ അന്തയാണ് വേണ്ടിയത്. അടുത്ത യാ ഫാത്തിമ പെണ്ണാണ്, അപ്പോൾ അന്ത്യ വേണ്ടിയത്. പിന്നെ മുസ്ലിമുൻ അൽ ഇസ്ലാമു ദീനി, ഹുമ ഉണ്ട്, അന ഉണ്ട്. ഹുമ എന്ന് പറഞ്ഞാൽ രണ്ടാൾ, അവിടെ രണ്ടാൾ പറയുന്നുണ്ടോ, ഇല്ല, അപ്പോൾ ഒരാൾ, അപ്പോൾ അനയാണ്. അടുത്ത് അൽ മുസ്ലിമൂന യദ്ഹബൂന ഇലൽ മക്ക, ഇവിടെ ഹും എന്നുണ്ട്, ഹുവ എന്നുണ്ട്. ഹുവ പറഞ്ഞാൽ ഒരാളാണ്, ഹും പറഞ്ഞാൽ കുറേ ആൾ. ഇവിടെ മുസ്ലിമൂന എന്ന് പറഞ്ഞാൽ അപ്പോൾ കുറേ ആളുണ്ട്, അപ്പോൾ ഹും. ഇവിടെ വാവും നൂനും ഉണ്ടെങ്കിൽ ഇവിടെ ഹുമ്മ കൊടുക്കാനൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ യാ ഉണ്ട്, അപ്പോൾ അന്തൻ്റെ കുടുംബേ പറ്റുള്ളൂ, ഉറപ്പാണ്. അപ്പോൾ ഇതിൽ അന്തമുള്ളത് തന്നെയാണ്, അപ്പോൾ അന്തുമ. കണ്ട എത്ര സിമ്പിളാണ്. പിന്നെ യാ ഉണ്ട്, അപ്പോൾ രണ്ടിലും അന്തൻ്റെ കുടുംബം തന്നെ. ഇനി നോക്കേണ്ട എന്താ, ആബിന ലായിബൂന, അവസാനം വാവും നൂനുണ്ട്, അപ്പോൾ എന്താ വേണ്ടി, അന്തും ലായിബൂന. ഓക്കെ. അടുത്ത് കലമിൻ്റെ എന്താ, അക്ലാമ്. പിന്നെ ത്വാലിബ് തുല്ലാബ്, ത്വാലിബത്ത് ത്വാലിബാത്ത്. സൂറത്ത് സുവർ കേട്ടോ, സുവർ എന്നാ വേണ്ടി. സൂറത്ത് എന്നുള്ളതിൻ്റെ സുവർ ഇത്രേ പറ്റുള്ളൂ. അടുത്ത അന എന്ന് പറഞ്ഞാൽ നെഹ്നു. ഹിയ എന്ന് പറഞ്ഞാൽ പല കുട്ടികൾക്കും കൺഫ്യൂഷനാണ്. ഹിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏതാണെന്ന് കിട്ടുന്നില്ല. ഇതാണ് ഈ ഹിയ എന്നുള്ളതിൻ്റെ ഏതാണ്, ഹുന്ന വരിക, അതായത് ഇതിൻ്റെ ലാസ്റ്റത്ത്, ഈ ലൈൻ്റെ ലാസ്റ്റത്ത്, ഹിയ ഹുമ ഹുന്ന. അടുത്തതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യങ്ങൾ തന്നെ, ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഇതാ മസ്മുക്ക, ഉത്തരതാ ഇസ്മി സഫ്വാൻ. അടുത്ത് ഇനി ഇപ്പോൾ നിങ്ങളെ പേര് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഇസ്മി എന്നുള്ള വൃത്തിക്ക് എഴുതണമെന്നേ ഉള്ളൂ, ഇസ്മി എന്നുള്ള ആളെ പേരും. ആദാ ഫി യദീ കിതാബ്. ചില കുട്ടികൾ ഈ യദിക്കാന്ന് ഇതേപോലെ കോപ്പി അടിച്ച് എഴുതും, പക്ഷെ അത് തെറ്റാണ്. അവിടെ ഫി യദിക്കാന്നില്ല, ഇവിടെ ചോദ്യത്തിൽ യദിക്ക ഉണ്ടാവും, പക്ഷേ ഉത്തരത്തിൽ ഫി യദീ എന്നാണ്. കണ്ടോ, ഫി യദീ കിതാബി, അങ്ങനെ വേണ്ടി. അതിനെ മദ്രസത്തുക്ക എന്ന് കോപ്പി അടിക്കാൻ പറ്റില്ല, പിന്നെന്താ വേണ്ടി, മദ്രസത്തീ ഫിൽ മദീന. കണ്ടോ, അതേപോലെ ഹൽ ഇന്ദക ദറാജ, അപ്പം എന്താ എവിടെ, ലാ ലൈസ ഇന്ദീ ദറാജ. അടുത്തത് കൈഫ ഹാലുക അൽഹംദുലില്ലാ അന ബിഖൈർ. ഇനി സൈൻ അൽഹംദുലില്ലാ എന്ന് എഴുതിയാലും മാർക്ക് തരും. അപ്പോൾ കഴിഞ്ഞില്ലേ. അടുത്ത് എന്താണ്, ചോദ്യം ഉണ്ടാക്കാനാണ്. യഖ്റഉ സാലിമു അൽ ഖുർആന, ഇതും വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ്. അതെന്താ, മൻ യഖ്റഉൽ ഖുർആന. കണ്ടോ, മൻ യഖ്റഉൽ ഖുർആന. അടുത്ത് ലാ ലൈസ ഇന്ദി ജവ്വാലുൻ, ഇവിടെ ഉണ്ട്. അല്ല ഇന്ദക്ക, ഈ ദറാജ മാറ്റിയാൽ മതി, ഇത് അതേപോലെ കോപ്പി അടിക്കുക, എന്നിട്ട് ഈ ദറാജ മാറ്റിയിട്ട് ജവ്വാലിനാക്കിയാൽ മതി. എത്ര സിമ്പിളാണ് അല്ലേ. അടുത്ത ഇത് ഇതേപോലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അല്ലേ, ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ ഉണ്ട്, അത് അതേ ക്വസ്റ്റ്യൻ വന്നു. 3-ന് എന്താ പറയുക, സലാസ. 8-ന് സമാനിയ എഴുതുമ്പോൾ ചില കുട്ടികൾ ഈ സാ എഴുതുന്നുണ്ട്, ഇത് തെറ്റാണ്, ഈ സാ അല്ല വേണ്ടി, പിന്നെ ഏതാ വേണ്ടി, സമാനിയ, ഈ സായാണ് വേണ്ടി, സമാനിയ. അടുത്ത അർബ, പിന്നെ പിന്നെ സബ്അ. ഓക്കെ, അപ്പോൾ ഇതാണ് പിന്നെ ഇന്നത്തെ ലിസാനുൽ ഖുർആൻ്റെ ചോദ്യപേപ്പർ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്ന് എല്ലാവരും അറിയിക്കുക.